വാർത്തയ്ക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഒന്നാമതായി അതൊരു നല്ല വാർത്തയായിരുന്നു. രണ്ടാമതായി അത് സന്തോഷത്തിൻ്റെ വാർത്തയായിരുന്നു. മൂന്നാമതായി സകല ജനത്തിനും വേണ്ടിയുള്ളതായിരുന്നു. വാർത്തകളുടെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ ദിവസവും നിരവധി വാർത്തകൾ കേൾക്കുന്നവരും പങ്കുവെക്കുന്നവരുമാണ് നമ്മൾ. പലപ്പോഴും കേൾക്കുന്ന വാർത്തകളുടെ സത്യാവസ്ഥ അറിയാതെ അത് പങ്കുവെക്കുവാൻ തിടുക്കം കൂട്ടാറുണ്ട്. നല്ല വാർത്തകൾ സൃഷ്ടിക്കുന്നവരാവുക, നല്ല വാർത്തകൾ കൈമാറുന്നവരാവുക, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ. കേൾക്കുന്ന വാർത്തകളിലെ നെല്ലുപതിരും തിരിച്ചറിഞ്ഞ് സത്യസന്ധമായ വാർത്തകളുടെ ശരിയായ വക്താക്കളാവുക. തിന്മകൾ, നുണകൾ പ്രചരിപ്പിക്കുന്ന പത്രമാധ്യമങ്ങളുടെയും ടെലിവിഷൻ ചാനലുകളുടെയും ഗൂഢലക്ഷ്യങ്ങൾ തിരിച്ചറിയുക, അവയെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. എന്നാൽ ഞാൻ കേൾക്കുന്ന വാർത്തകൾ, പങ്കുവെക്കുന്ന വാർത്തകൾ എങ്ങനെയുള്ളതാണ്? മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്കും ഭിന്നിപ്പിനും കാരണമാവുന്നതോ അതോ മറ്റുള്ളവരെ നന്മയിലേക്കും ഒരുമയിലേക്കും നയിക്കുന്നതോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണീശോയെ, മനോഹരമായ ദിവസത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. നല്ല വാർത്തകൾ ശ്രവിക്കുവാനും പങ്കുവയ്ക്കുവാനും എന്നെ സഹായിക്കണമേ. സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനും സത്യം പ്രചരിപ്പിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ. കേൾക്കുന്ന വാർത്തകളുടെ സത്യാവസ്ഥ ശരിയായി ഗ്രഹിക്കാനും സത്യസന്ധമായ വാർത്തകളെ പങ്കുവയ്ക്കുവാനും തിന്മകളും നുണകളും പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളെ തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്തുവാനും എന്നെ സഹായിക്കണമേ. ഇന്നത്തെ എൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെ സഫലമാക്കണമേ. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.